എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സംഘർഷം. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെ UDFന് പിന്തുണ പ്രഖ്യാപിച്ച LDF കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പരാതി പറഞ്ഞ് UDF കൗൺസിലർമാരെ മർദ്ദിച്ചു എന്നും ആരോപണമുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ആരോപണം എന്താണ്? ശരിക്കും തട്ടിക്കൊണ്ടുപോയതാണോ? ഇതിപ്പോ സാമാന്യം തരക്കേടില്ലാത്ത വലിയ സംഘർഷമാണല്ലോ ശ്യാം. ഹാഷ്മി, തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളത് UDFന്റെ പരാതിയാണ്. കൂത്താട്ടുകുളം നഗരസഭയിലെ LDFന്റെ കൗൺസിലറെയാണ് LDF തന്നെ തട്ടിക്കൊണ്ടുപോയതായിട്ട് UDF ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് UDFന് ഈ LDF കൗൺസിലറായിട്ടുള്ള രമ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായത്. രാവിലെ ഈ സംഘർഷം നഗരസഭയിലേക്ക് വന്ന കൗൺസിലറെ നഗരസഭാ ചെയർമാന്റെ കാറിൽ പോലീസ് നോക്കി നിൽക്കെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് UDFന്റെ ആരോപണം. രാവിലെ തന്നെ UDF കൗൺസിലർമാർക്കടക്കം മർദ്ദനമേൽക്കുകയും പോലീസ് ലാത്തിചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ LDFന് 13 UDFന് 11 ഒരു സ്വതന്ത്രനുമുള്ള നഗരസഭയാണ് കൂത്താട്ടുകുളം. അവിടെയാണ് LDFൽ നിന്നൊരു കൗൺസിലർ UDFനോട് ചേർന്ന് വോട്ട് ചെയ്യാനായിട്ട് വന്നത്. സ്വതന്ത്ര കൗൺസിലറും UDFനെ പിന്തുണയ്ക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഭരണം നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ മുഖാമുഖം വരികയും സംഘർഷം ഉണ്ടാകുകയും ചെയ്തത്. അതിനിടയിലാണ് UDFന് പിന്തുണ പ്രഖ്യാപിച്ച LDF കൗൺസിലറെ LDFകാർ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ അവിശ്വാസ പ്രമേയ ചർച്ച ആരംഭിക്കും. ആ നോട്ടീസിനുള്ള ചർച്ച ആരംഭിക്കും. സ്വാഭാവികമായും LDF ആ ചർച്ചയിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും UDF പറയുന്നു. ഏതായാലും വലിയ പ്രതിഷേധമാണ് കൂത്താട്ടുകുളം നഗരസഭയുടെ മുന്നിൽ അല്പസമയം മുമ്പ് അരങ്ങേറിയത്. കൂട്ടേടിയാണ് ഉണ്ടായത്. LDF കൗൺസിലർ LDF തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് UDFന്റെ പരാതി. LDF കൗൺസിൽ എന്തായാലും കാണാനില്ല. അപ്പോൾ അതിൽ പരിഹാരമുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരമൊക്കെ സംഘർഷത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.